ഇന്ത്യ പാകിസ്ഥാനിൽ ഒരു വമ്പൻ തിരിച്ചടി നടത്തും എന്ന ടെൻഷനുകൾ ലോകരാജ്യങ്ങൾക്കിടയിൽ ഉയരുന്നതിനിടെ പാകിസ്ഥാന് സപ്പോർട്ടുമായി വന്ന ഏറ്റവും വലിയ ഒരു രാജ്യമായിരുന്നു തുർക്കി എന്ന് പറയുന്ന രാജ്യം. തുർക്കി പാകിസ്ഥാനുമായിട്ട് സപ്പോർട്ടുമായി വന്നപ്പോൾ തന്നെ ഇന്ത്യയിൽ മാധ്യമങ്ങൾ ഇത്തരത്തിൽ വാർത്ത കൊടുത്തു. അതായത് തുർക്കിക്കും കശ്മീരിലെ ഭീകരാക്രമണത്തിൽ പങ്കുണ്ടോ എന്ന്. കാരണം തുർക്കി ഈ കശ്മീരിൽ ഭീകരാക്രമണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പാകിസ്ഥാന് ആതിഥേയത്വം അരുളുകയായിരുന്നു. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ഷഹബാസ് ഷെരീഫ് ആ സമയം തുർക്കിയിലായിരുന്നു. കശ്മീർ വിഷയത്തിൽ തുർക്കി എടുക്കുന്ന നിലപാടുകൾക്ക് ഞങ്ങൾക്ക് വലിയ രീതിയിലുള്ള ആശ്വാസമുണ്ട് എന്നൊക്കെ തുർക്കിയിൽ പോയി ഈ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ഷഹബാസ് ഷെരീഫ് പ്രസംഗിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഈ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ ദേശീയ മാധ്യമങ്ങളൊക്കെ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. അതിനു പിന്നാലെ തുർക്കി ഇസ്ലാമാബാദിലേക്ക് 6 മിലിറ്ററി എയ്റോപ്ലെയിനുകൾ ഇറക്കുന്നുവെന്നും ആ മിലിറ്ററി എയ്റോപ്ലെയിനുകൾ നിറയെ ആയുധങ്ങളാണെന്നും ഈ ആയുധങ്ങൾ ഇന്ത്യയെ നേരിടാൻ പാകിസ്ഥാന് തുർക്കി കൊടുക്കുന്നതാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. എന്നാൽ നമ്മുടെ രാജ്യം ആരാണ് ഭരിക്കുന്നത് എന്ന് തുർക്കി മറന്നുപോയി. അത് നരേന്ദ്ര ദാമോദർദാസ് മോദിയാണ്. മണിക്കൂറുകൾ പിന്നിട്ടില്ല ഇത്തരത്തിലുള്ള വാർത്ത സോഷ്യൽ മീഡിയയിൽ പരന്നതിന് ശേഷം തുർക്കി ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു പ്രസ്താവനയായിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. ഞങ്ങൾ പാകിസ്ഥാനെ സഹായിക്കില്ല എന്നാണ് തുർക്കി പറഞ്ഞിരിക്കുന്നത്. തുർക്കി തുറന്നടിച്ചിരിക്കുകയാണ്. പക്ഷേ പാകിസ്ഥാനിലെ പബ്ലിക്കിനോട് ഞങ്ങൾക്ക് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട്, അവരെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു. എന്നാൽ ഈ വിഷയത്തിൽ, ഈ ഭീകരാക്രമണത്തിന്റെ വിഷയത്തിൽ പാകിസ്ഥാനെ ഞങ്ങൾ സഹായിക്കില്ല എന്ന് പച്ചയ്ക്ക് പറഞ്ഞിരിക്കുകയാണ് തുർക്കി എന്ന് പറയുന്ന രാജ്യം. തുർക്കി എന്ന് പറയുന്ന രാജ്യം നമുക്കറിയാം കശ്മീരിൽ UN-ലൊക്കെ കശ്മീർ വിഷയത്തിൽ ഇന്ത്യക്കെതിരെ നിലപാടെടുത്ത രാജ്യമാണ്. അതിന് ഇന്ത്യ തുർക്കിയെ വലിയ രീതിയിൽ വിമർശിക്കുകയും തുർക്കിയുടെ അയൽ രാജ്യമായിട്ടുള്ള അർമേനിയയ്ക്ക് ഇന്ത്യ വലിയ രീതിയിൽ ആയുധങ്ങൾ കൊടുക്കുകയും അവരെ പട്ടാളക്കാരെ അയച്ച് അവിടുത്തെ പട്ടാളക്കാരെ സഹായിക്കുകയും ചെയ്തിരുന്നു. ഈ അർമേനിയ എന്ന് പറയുന്ന രാജ്യം നമുക്കറിയാം തുർക്കിയുടെ വലിയ ശത്രു രാജ്യമാണ്. തുർക്കിയുമായി സാംസ്കാരികമായി തന്നെ വലിയ രീതിയിൽ ഒരു കോൺഫ്ലിക്റ്റ് നിലനിൽക്കുന്ന രാജ്യമാണ്. അർമേനിയൻ കൂട്ടക്കൊല, അവിടെ ക്രിസ്ത്യാനികൾ കൂട്ടത്തോടെ മരിച്ചു വീണതിൻ്റെയൊക്കെ പിന്നിൽ തുർക്കിയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. എന്നിരുന്നാലും ഇപ്പോൾ തുർക്കി ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. പഹൽഗാമിനെ ചൊല്ലി ന്യൂഡൽഹി, ഇസ്ലാമാബാദ് സംഘർഷം രൂക്ഷമാകുന്നതിനിടെ പാകിസ്ഥാന് ആയുധങ്ങൾ ഞങ്ങൾ നൽകുന്നില്ല. തുർക്കി ഈ റിപ്പോർട്ട് നിരസിച്ചിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യങ്ങൾ തുർക്കി പാകിസ്ഥാന് ആയുധങ്ങളും വെടിക്കോപ്പുകളും നൽകുന്നുണ്ട് എന്ന് അവകാശപ്പെടുന്ന പല റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. സൈനിക ഉപകരണങ്ങൾ എത്തിക്കുന്നതിനായി ഒരു തുർക്കി C-130E ഹെർക്കുലീസ് കറാച്ചിയിൽ ഇറങ്ങിയതായിട്ടാണ് ഈ റിപ്പോർട്ടുകൾ പറയുന്നത്. ഏകദേശം 6 C-130E വിമാനങ്ങൾ പാകിസ്ഥാനിൽ ഇറങ്ങിയതായി ചില മാധ്യമ റിപ്പോർട്ടുകൾ അവകാശപ്പെട്ടതോടെ ഈ റിപ്പോർട്ട് വൈറലായി മാറുകയായിരുന്നു. എന്നിരുന്നാലും തുർക്കിയിൽ നിന്നുള്ള ഒരു ചരക്ക് വിമാനം ഇന്ധനം നിറയ്ക്കാൻ മാത്രമായി പാകിസ്ഥാനിൽ ഇറങ്ങിയതായാണ് പ്രസിഡൻസിയുടെ കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടറേറ്റ് പറഞ്ഞത്. അങ്കാറ ഈ അവകാശവാദങ്ങൾ നിഷേധിക്കുന്നുവെന്നാണ് തുർക്കി ഇപ്പോൾ മാധ്യമങ്ങളോട് പറയുന്നത്. ഞങ്ങൾ അവിടെ ഒരു ചരക്ക് വിമാനം ഇറക്കിയിട്ടുണ്ട്, പക്ഷേ അത് ഇന്ധനം നിറയ്ക്കാൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ യാതൊരുവിധ ആയുധങ്ങളും തുർക്കി പാകിസ്ഥാന് ഔദ്യോഗികമായി നൽകുന്നില്ല. തുർക്കിക്ക് അതിൻ്റെ ആവശ്യമില്ല. കാരണം ഈ കോൺഫ്ലിക്റ്റിനെ ചൊല്ലി തുർക്കിക്കകത്തൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് തന്നെയാണ് തുർക്കിയുടെ ഭരണാധികാരിയായിട്ടുള്ള എർദോഗാൻ ഇപ്പോൾ പറയുന്നത്. എന്തായാലും തുർക്കി ഇങ്ങനെ 6 വിമാനങ്ങൾ പാകിസ്ഥാന് ആയുധങ്ങളുമായി അയച്ചിരിക്കുന്നു എന്ന് പല മാധ്യമങ്ങളും പറയുന്നുണ്ട്. ഈ വാർത്ത ശരിയല്ല എന്ന് തുർക്കി പറയുന്നുണ്ട്. ശ്രദ്ധേയമായി പാകിസ്ഥാനും തുർക്കിയും ദീർഘകാല സഖ്യകക്ഷികളും തന്ത്രപ്രധാനമായ പങ്കാളികളുമാണ്. ഇസ്ലാമാബാദും അങ്കാറയും പതിവായി ഉയർന്ന തലത്തിലുള്ള കൈമാറ്റങ്ങളുടെ ഒരു പാരമ്പര്യം തന്നെ നിലനിർത്തുന്നുണ്ട്. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശക്തമായ ബന്ധത്തെ പ്രതിഫലിപ്പിക്കുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്കിനി വേറൊരു കാര്യവുമായിട്ട് ഇതിനെ ഒന്ന് തട്ടിച്ചു നോക്കാം. അതായത് ഇറാനിലെ പാകിസ്ഥാന് വളരെയധികം ഉതകുന്ന ബന്ദർ അബ്ബാസ് തുറമുഖത്തിൽ കഴിഞ്ഞ ദിവസമാണ് ഒരു സ്ഫോടനം നടന്നത്. ഈ സ്ഫോടനം നടന്ന ശേഷം അവിടെ 18 പേർ മരിക്കുകയും 800 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഈ ബന്ദർ അബ്ബാസ് തുറമുഖവും പാകിസ്ഥാനുമായി വളരെ നല്ല ഒരു ബന്ധത്തിലാണ്. നമ്മുടെ INS വിക്രാന്ത് പാകിസ്ഥാനിലെ ഗദ്വാർ തുറമുഖം ലക്ഷ്യമാക്കി നീങ്ങിയേക്കും എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ബന്ദർ അബ്ബാസ് തുറമുഖത്തിൽ ഒരു സ്ഫോടനം നടന്നത്. കാരണം ഈ പാകിസ്ഥാന് ഒരു സൈനിക നീക്കം നടത്തണമെങ്കിൽ, കടലിൽ ഒരു സൈനിക നീക്കം നടത്തണമെങ്കിൽ ബന്ദർ അബ്ബാസ് തുറമുഖം വഴി നടത്താനായി സാധിക്കും. കാരണം ഇറാനിലെ ബന്ദർ അബ്ബാസ് തുറമുഖവും പാകിസ്ഥാനിലെ നേവിയുമായി വളരെ നല്ല ടൈപ്പിലാണ് എന്നുള്ളത് കൊണ്ടാണ് പാകിസ്ഥാൻ ഇടയ്ക്കിടയ്ക്ക് ആ തുറമുഖം സന്ദർശിക്കാറുണ്ട്. പാകിസ്ഥാൻ അവിടെ ബേസുകൾ ഉണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇറാന് പാകിസ്ഥാനെ സഹായിക്കാനുള്ള ആ തുറമുഖം പൊട്ടിത്തകർന്നതിന് പിന്നാലെ പാകിസ്ഥാനെ സഹായിക്കാൻ മുന്നിട്ട് വരുന്ന എല്ലാ രാജ്യങ്ങളിലും കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ടോ എന്നുള്ള ഒരു പശ്ചാത്തലത്തിൽ കൂടെയായിരിക്കും തുർക്കി ഇപ്പോൾ പാകിസ്ഥാനെ കൈയൊഴിഞ്ഞിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. എന്തു തന്നെയായിരുന്നാലും 2009 സ്ഥാപിതമായ HLSC
GCC ഇരു രാജ്യങ്ങൾക്കിടയിലുള്ള ഏറ്റവും ഉയർന്ന തീരുമാനമെടുക്കൽ ഫോറമാണ് പാകിസ്ഥാനും തുർക്കിക്കും ഇടയിൽ. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, ഊർജ്ജം, കൃഷി, ആരോഗ്യം, വിദ്യാഭ്യാസം എന്നിവ ഉൾക്കൊള്ളുന്ന സംയുക്ത സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ ഉഭയകക്ഷി ബന്ധങ്ങൾക്കാണ് ഇത് നേതൃത്വം നൽകുന്നത്. അപ്പോൾ ഇത്ര കാര്യങ്ങൾ മാത്രമേ അന്ന് ഞങ്ങൾ സംസാരിച്ചിട്ടുള്ളൂ എന്നാണ് ഇപ്പോൾ എർദോഗൻ അടക്കം ലോകത്തോട് വിളിച്ചു പറയുന്നത്. എന്തായാലും പാകിസ്ഥാനെതിരെ ഇന്ത്യ കടുത്ത നിലപാട് സ്വീകരിക്കുമ്പോൾ പാകിസ്ഥാനെ സഹായിക്കാൻ നെഞ്ചും വിരിച്ചു വന്ന തുർക്കി കണ്ടം വഴി ഓടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായി സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.